എല്ലാവർക്കും പ്രേമാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ക്യാരറ്റും മുട്ടയും കൊണ്ടുള്ള ക്യാരറ്റ് പോളയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വായിലിട്ടാൽ നാവിൽ അലിഞ്ഞിറങ്ങുന്ന രുചിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് 2 വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. വെള്ളം പോകേണ്ട ആവശ്യമില്ല. ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ട് എയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് തണിയാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണിയാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനായി 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കയുടെ തൊലി കളഞ്ഞ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ലൈസ്ഡ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. 2 ക്യാരറ്റാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ട് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിനനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിൽ നന്നായിട്ടൊന്ന് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു കടായിൽ അടിയിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഗ്രീസ് ചെയ്തെടുത്ത പാത്രം വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിതിൽ 2 ക്യാരറ്റ് എടുത്തത് കൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റിൻ്റെ മധുരവും പഞ്ചസാരയുടെ മധുരവും ഒരു നോർമൽ മധുരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇതിപ്പോഴും മുഴുവനും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ എയർ പോകുന്ന സൈഡൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിന് മുകളിൽ കാഷ്യൂനട്ടും റേസിൻസും ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഓരോ പാത്രത്തിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചേഞ്ചസ് വരാം. നല്ല ടേസ്റ്റുമാണ്. നമ്മളിതിൽ മൈദയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് പോള റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.